സൗദി, തുർക്കി, പാകിസ്ഥാൻ ഇതിൽ ഏതെങ്കിലും ഒരാളെ ആക്രമിച്ചാൽ മൂന്നുപേരെയും ആക്രമിച്ചതിന് തുല്യമായിരിക്കും. പുതിയ കരാർ രൂപപ്പെടുകയാണ്. പശ്ചിമേഷ്യയിൽ പുതിയ സൈനിക കൂട്ടുകെട്ട് ഇതോടുകൂടി തന്നെ രൂപപ്പെടുകയും എന്നാൽ ഇത് ഇന്ത്യക്ക് എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമായി മാറുന്നു. പശ്ചിമേഷ്യയിലെ മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കിടെ തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിർണായക നീക്കമാണ് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി ഈ മൂന്ന് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതായത് ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് പുതിയ ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥ എന്തെന്നാൽ പങ്കാളി രാജ്യങ്ങളിൽ ഒന്നായിരുന്ന സൈനിക ആക്രമണം മൂന്ന് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്നതാണ്. നാറ്റോയുടെ കൂട്ടായ പ്രതിരോധ വ്യവസ്ഥയെ അനുസ്മരിപ്പിക്കുന്ന ഈ നീക്കം പശ്ചിമേഷ്യയിലെ പുതിയ ശക്തി സമവാക്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, മക്കയിൽ നടന്ന ഉച്ചകോടിയിലാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആകട്ടെ, അതോടൊപ്പം തുർക്കി പ്രസിഡന്റ് എർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്നിവർ ഈ മൂവർ ചേർന്നുകൊണ്ട് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രതിരോധ സഹകരണം, രഹസ്യാന്വേഷണ, വിവര കൈമാറ്റം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സഹകരണം എന്നിവയും ഈ കരാറിന്റെ ഭാഗമായി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ സൈനിക കൂട്ടായ്മ ഏതെങ്കിലും ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ളതല്ല എന്നും മേഖലയിൽ സമാധാനവും കൂട്ടായ സുരക്ഷയും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധ സംവിധാനമാണിതെന്നും മൂന്ന് രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ മറ്റ് പ്രാദേശിക രാജ്യങ്ങൾക്കും ഈ കൂട്ടായ്മയിൽ ചേരാനാകുമെന്നും തുർക്കി സൂചന നൽകിയതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചുകൊണ്ട് ഈ നീക്കം സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. ഇന്ത്യയുമായി ദീർഘകാല സൗഹൃദ ബന്ധമുള്ള സൗദി അറേബ്യയും ഇന്ത്യയുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാകിസ്ഥാനുമാകട്ടെ സമീപകാലത്ത് ബന്ധം വഷളായ തുർക്കിയും ഒരേ പ്രതിരോധ വേദിയിൽ എത്തുന്നത് നയതന്ത്രപരമായി ശ്രദ്ധേയമാകുന്ന സംഭവ വികാസം തന്നെയാണ്. അതായത് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ ശത്രു രാജ്യങ്ങളെ പോലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രതിരോധ മേഖലയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിരോധ വേദിയിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നു ചേരുകയാണ്. കരാറിനെ കുറിച്ച് പ്രതികരിച്ച ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആകട്ടെ, സംഭവ വികാസങ്ങൾ അവിടെ സർക്കാരാകട്ടെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തി, തുർക്കിയുടെ ശക്തമായ പ്രതിരോധ വ്യവസായവും നാറ്റോ അനുഭവവും പാകിസ്ഥാന്റെ സൈനിക ശേഷിയും ഒരുമിക്കുന്ന ഈ ഒരു പുതിയ കൂട്ടുകെട്ട് പശ്ചിമേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും തന്നെ സുരക്ഷാ ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ പുതിയ പ്രതിരോധ കൂട്ടായ്മ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും, ഇന്ത്യയുടെ സുരക്ഷാ നയതന്ത്ര തന്ത്രങ്ങൾ ഇതെല്ലാം എങ്ങനെ മാറ്റങ്ങൾ വരുത്തുമെന്നതും ലോകം മുഴുവൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കരാറിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് വാർത്ത വരുന്നതിലൂടെ തന്നെ പുറത്തു വരുന്ന സൂചനകൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.